ദേ, എന്ത് അബദ്ധമാ പ്രിയങ്ക നീ കാണിച്ചത്? ആവശ്യമില്ലാതെ മറ്റൊരു പ്രശ്നവും കൂടിയല്ലേ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയല്ലേ? അതെ, അഖില അറിയാതെ തൃച്ചംബരത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ അഖില ഇറങ്ങിത്തിരിക്കുമ്പോ ആനന്ദും കല്യാണിയും തമ്മിലുള്ള പ്രേമബന്ധം മാത്രമായിരിക്കില്ല അറിയുന്നത്. നിന്റെ സഹോദരിയാണ് ഗംഗയെന്നുള്ള കാര്യം കൂടി തിരിച്ചറിഞ്ഞു വരും. അതോടെ എല്ലാവർക്കും കൂടി കൂട്ടത്തോടെ അങ്ങ് ജയിലിലേക്ക് പോവാം. പേടിക്കണ്ട ആന്റി. ആന്റി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖിലയോട് ഗംഗ എന്റെ ശത്രുവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഞാൻ വിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ എന്നിട്ടും അഖിലയ്ക്ക് ഗംഗയോട് സംശയം തോന്നിയ തെളിവില്ലാതെ അഖില ഒന്നും വിശ്വസിക്കില്ല. ആ തെളിവുകൾ ഒരിക്കലും അഖിലാണ്ടേശ്വരിയുടെ കൈകളിൽ എത്താൻ പോകുന്നുമില്ല. അതിനുള്ളതെല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. തെളിവുകൾ കയ്യിലുള്ളവൻ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ അലയുന്നുണ്ടാവും. പക്ഷേ തൃച്ചംബരത്ത് നടക്കുന്ന കഥ വേറെയാണ്. തന്റെ എല്ലാമായ മകൻ തറവാടിന്റെ അന്തസ്സും ആഭിജാത്യവും മറന്ന് അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ച് അടുക്കളക്കാരിയെ പ്രണയിക്കുന്നറിഞ്ഞ് അഖിലയുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീര് വരണം. അതാണ് ഇനി ആന്റി കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ പല ആവർത്തി കൊല്ലാൻ ശ്രമിച്ച കല്യാണിയെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അഖിലാണ്ടേശ്വരി തന്നെ വെടിവെച്ചോ വിഷം കൊടുത്തോ കൊല്ലും. ആ കുറ്റത്തിന് അഖിലാണ്ടേശ്വരി ജയിലിലോ ആവും. ഇതെല്ലാം കണ്ട് ഉള്ളമിടുപ്പ് നിന്ന് ശിവരാമകൃഷ്ണനും ഇല്ലാതാവും. പിന്നെ തൃച്ചംബരത്തെ മഹാറാണി ആരാ? അഖില, ഇന്നെന്താ പുതിയ പ്രശ്നം? കൺമുന്നിൽ കണ്ടതെല്ലാം അസത്യമെന്നറിയുമ്പോ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം. അതാ ഇപ്പൊ എന്റെ പ്രശ്നം. എന്താ അഖില നീ പറയുന്നത്? എന്താ സത്യം? എന്തിനും ഭയം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞെന്ന്. കുളത്തിൽ നിന്നും സ്ഫടിക ശിവലിംഗം നന്ദനയ്ക്ക് കിട്ടിയെന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്? അതെ, അത് സത്യമല്ലേ? സത്യം അതല്ല. സ്ഫടിക ശിവലിംഗം നന്ദനയുടെ കയ്യിലല്ല കിട്ടിയത്, കല്യാണിയുടെ കയ്യില. നമസ്കാരം മാഡം. വരൂ. ഋഷി, ഇതാണ് വിലാസിനി ആന്റി. നമസ്കാരം മാഡം, ഞാൻ ഋഷി. നമസ്കാരം. മാഡത്തിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, മാഡം എന്നെ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. കല്യാണിയും ആനന്ദും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴം എന്താണെന്ന് ഇവനാണ് തെളിയിക്കാൻ പോകുന്നത്. ഇയാളാരോ ഡിറ്റക്റ്റീവോ? ഡിറ്റക്റ്റീവ് ഒന്നും അല്ല ആന്റി. ഇവനാണ് കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ പ്രതിശ്രുത വരൻ. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ആന്റിക്കറിയാലോ, കല്യാണിയും ദാസേട്ടനും ഒക്കെ ഒരുതരം സെന്റിമെന്റൽ ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന വിദ്യ വേണം പ്രയോഗിക്കാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കല്യാണി, സങ്കടം സങ്കടം സങ്കടം. എന്നാണ് കുട്ടിയുടെ ഈ സങ്കടമെല്ലാം മാറുക?
മുത്തച്ഛൻ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോൾ വന്നു, എവിടുന്ന് വന്നു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നീ വന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. കണ്ണീർ കണങ്ങൾ നിന്റെ കാഴ്ചയെ മറച്ചില്ലേ? പിന്നെ എങ്ങനെ കാണാനാണ്? ആട്ടെ, കുളത്തിലിറങ്ങി ശിവലിംഗം കണ്ടെത്തിയോ നീ? കുളത്തിലിറങ്ങാതെ മാറി നിന്നു അല്ലേ? എന്നിട്ടെന്തായി? കുളത്തിലേക്ക് വഴുതി വീണു. ശിവലിംഗം കിട്ടിയത് ഈ കയ്യിൽ. ഇതൊക്കെ എങ്ങനെ മുത്തച്ഛന്? അതവിടെ നിൽക്കട്ടെ. എന്നിട്ടും ഈ മനസ്സിൽ സമാധാനം കിട്ടിയില്ലേ? കിട്ടണം. മുത്തച്ഛ, അത് അവന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നതൊക്കെ. ആ തീരുമാനങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ഒന്നും രണ്ടുമല്ല, 1000 വട്ടം ചിന്തിക്കണം. അല്ലെങ്കിൽ പിന്നെ കണ്ണീരൊഴിഞ്ഞ നാളുകൾ ഉണ്ടാവില്ല ജീവിതത്തിൽ. ദൈവം തെളിയിച്ച വഴികളിലൂടെ വിധി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിനെ ധിക്കരിക്കരുത്. അത് പിന്നെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും സമ്മാനിക്കുക. ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏതവസ്ഥയിലും പകലെന്നോ രാത്രിയെന്നോ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ മനസ്സറിഞ്ഞു വിളിച്ചാൽ ഏതോ ഒരു ശക്തി ആ വിളി കേൾക്കുന്നു എന്ന വിശ്വാസമാണ് ദൈവം. ആ ദൈവം നിന്റെ വിളിയും കേൾക്കുന്നു. അത് നീ അറിയാതെ പോയാൽ തിക്താനുഭവമായിരിക്കും ഫലം. നിനക്ക് മാത്രമല്ല, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർക്കും. വന്നുഭവിച്ചതും നേടിയതും അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. നിന്റെ മനസ്സിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ദാസേട്ടാ, പറയൂ, ഇവരുടെ കുടുംബത്തിലേക്ക് ഋഷിയുടെ ഭാര്യയായി കല്യാണിയെ പറഞ്ഞയക്കുന്നതിന് ദാസേട്ടന് സമ്മതമാണോ അല്ലയോ? അത് മാഡം, അതെന്താന്ന് വെച്ചാ മാഡം, ദാസേട്ടാ, ഇതുവരെ കല്യാണിക്കൊരു കല്യാണാലോചനയുമായി ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ഇങ്ങോട്ട് വന്ന കല്യാണാലോചന. പയ്യന് നല്ല ജോലിയുണ്ട്, കാണാനും നല്ല സുമുഖൻ. കല്യാണി നല്ല രീതിയിൽ സുഖമായി ജീവിക്കാൻ ദാസേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബന്ധം നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി കല്യാണി, നീ പറയൂ, പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ധൈര്യമായിട്ട് പറയൂ, ഋഷിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ചേച്ചി എന്തിനാ കല്യാണിയോട് ചോദിക്കുന്നേ? ചേച്ചി എന്ത് പറഞ്ഞാലും കല്യാണി അനുസരിക്കുന്നവളല്ലേ? അതെ, കല്യാണി ഒരു നാണക്കാരിയാ. ഇഷ്ടമാണെന്നൊന്നും പറയൂല. ആ മുഖം കണ്ടില്ലേ? മൗനം സമ്മതം. ശരി ദാസേട്ടാ, കല്യാണിയുടെ കല്യാണം നടത്തി തരാമെന്ന് ഞാൻ ദാസേട്ടനൊരു വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടത്താൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അതിന് സമ്മതം തന്നെയല്ലേ ദാസേട്ടന്? എനിക്ക് സമ്മതമാണ് മാഡം. നീ അത് ഉറങ്ങിയില്ലേ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയണം. ആ പയ്യനുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ടച്ചാ.
എനിക്കിഷ്ടമല്ല. എന്റെ മോള് നട്ടപ്പാതിരയ്ക്ക് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനെ തേടി വന്നപ്പോഴേ എനിക്കറിയാം അതിത് പറയാൻ തന്നെയാണെന്ന്. എന്താണാവോ പയ്യനൊരു കുറവ്? അതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചോദിച്ച കേട്ടില്ലേ എന്റെ മോള് ആ പയ്യനിൽ കണ്ട കുറവെന്താണെന്ന്? അത് ചോദിക്കേണ്ടത് ഇപ്പോഴായിരുന്നില്ല. എന്താ നീ പറഞ്ഞേ? അത് ചോദിക്കാനുള്ള സമയം ഇപ്പോഴല്ലാന്നോ? അതേടി, എനിക്കത് അറിയാഞ്ഞിട്ടല്ല, ചോദിക്കാതിരുന്നതാ മനഃപൂർവ്വം. നടു റോഡിൽ കാമുകനെ കെട്ടിപ്പിടിച്ചിരുന്ന മകളുടെ ഭാവി എന്തായിരിക്കും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പണ്ട് നിനക്കൊരു ധാവണി വാങ്ങുമ്പോ 100 വട്ടം ചോദിക്കുകയായിരുന്നു ഞാൻ, എന്റെ മോൾക്ക് ഈ കളർ ഇഷ്ടായോ, ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോന്നൊക്കെ. എന്നാ ഇപ്പൊ എന്റെ മോളോട് ഇഷ്ടങ്ങൾ ചോദിക്കാൻ എനിക്ക് ഭയമാ. അച്ഛനെ വഞ്ചിച്ചവളാ നീ. നീ ആരെയും വഞ്ചിക്കും. അച്ഛാ, നീ തലയുയർത്തി ചോദിച്ചല്ലോ എന്നോടെന്താ ചോദിക്കാഞ്ഞെന്ന്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോട് ചോദിച്ചിട്ടാണോ നീ വലിയ കുഞ്ഞിനെ വലയിലാക്കി? ഇത് അഖിലാമ്മയുടെ ഉറപ്പിച്ച കല്യാണ, നടന്നേ പറ്റൂ. അതുകൊണ്ട് നടന്നതൊക്കെ വെറും സ്വപ്നമായി കരുതി എല്ലാം മറന്നുപോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛാ, വലിയ മറക്കണം. എന്താ വലിയ കുഞ്ഞിനെ മറക്കാതിരിക്കാൻ? വലിയ കുഞ്ഞ് നിന്റെ കഴുത്ത് താലി കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറയാൻ പോകുന്നത് ആന്റി കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാ. ആന്റിക്ക് ഗുണകരമായ കാര്യങ്ങൾ. എനിക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി ആരും മെനക്കെടണമെന്നില്ല, പ്രത്യേകിച്ചും നീ. ശരി, വേണ്ട. എന്നാലും ഒന്ന് കേൾക്കുന്നത് നല്ലതാ. അത് മറ്റൊന്നുമല്ല, പ്രിയപുത്രൻ ആനന്ദിന്റെയും അടുക്കളക്കാരി പെണ്ണിന്റെയും പ്രണയ വാർത്ത. ഇത് ഞാൻ പറയാനിരുന്നതല്ല. ഞാൻ പറയാതെ തന്നെ ആന്റി കണ്ടെത്തട്ടെ എന്ന് കരുതിയ അന്ന് ഞാനൊരു സൂചന തന്നത്. സൽപുത്രൻ അമ്മയെ ധിക്കരിച്ച് ഇങ്ങനൊരു വിശ്വാസവഞ്ചന കാണിക്കുന്ന അഖിലാന്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അല്ലെ? നീ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനതത്ര വിശ്വസിക്കുന്നുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും എനിക്കറിയാം. നീ നിന്റെ പണി നോക്ക്. ആന്റി, ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആന്റി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? കുടുംബത്തിന്റെ മാനവും പാരമ്പര്യവും നഷ്ടപ്പെടുത്തിയ ആ അടുക്കളക്കാരെ കൊല്ലാൻ പോവാ. ജീവന തുല്യം സ്നേഹിക്കുന്ന കാമുകിയെ കൊന്നൂന്നറിഞ്ഞാൽ ആനന്ദ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട് ആന്റിക്ക്. കാമുകിയില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് വെച്ച് ആനന്ദും ആത്മഹത്യ ചെയ്യും. ഒടുവിൽ താൻ കാരണം സ്വന്തം മകൻ ആത്മഹത്യ ചെയ്തെന്നറിഞ്ഞ് അഖിലാന്റെ സ്വയം വെടിവെച്ച് മരിക്കും. പിന്നെ പാവം ശിവരാമൻ അങ്കിൾ ഭാര്യയും മകനും മരിച്ച സങ്കടം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിക്കും. Stop it! അതെ, അഖിലാന്റെ തിടുക്കത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം കല്യാണി അറിഞ്ഞ അവൾ ആകെ അപ്സെറ്റ് ആവും. അത് ശരിയാ. മറ്റാരും പറഞ്ഞറിയുന്നതിന് മുമ്പ് നീ കല്യാണി വിവരം അറിയിക്കണം. എന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കാനും പറയണം. ഏതായാലും ബ്രോയും കൂടി ഇങ്ങോട്ട് വരട്ടെ. ഡ്രൈവർ, വണ്ടി എടുക്ക. ഋഷി, എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കൈ കയറി പിടിച്ചത്? നിന്നെ വിവാഹം കഴിക്കാന്ന് കല്യാണി സമ്മതിച്ചോ? ഇല്ലല്ലോ.
ഇവളുടെ സമ്മതം ചോദിക്കാതെ, സമ്മതമില്ലാതെ നിനക്ക് ഇവളെ കെട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്താ നീ കരുതിയത്? കല്യാണിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. എന്നാൽ നിന്റെ അറിവിലേക്കായി ഒന്ന് പറയാം. ഇവളെന്റെ പെണ്ണാണ്. ഇനി നിന്റെ നിഴൽ പോലും ഇവളുടെ പിന്നാലെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ജീവനോടെ കത്തിക്കും നിന്നെ ഞാൻ. പോടോ. ഞാനില്ലേ കല്യാണി, എന്തിനാ കരയുന്നേ? ഓർക്കാപ്പുറത്ത് എന്നെ കണ്ടതുകൊണ്ടാണോ? നീ ഈ സമയത്ത് ക്ഷേത്രത്തിലുണ്ടാവുമെന്ന് കരുതിയാ നേരെ ഇങ്ങോട്ട് വന്നത്. ദേവിയ, വല്യൂഞ്ഞിനെ ഇപ്പൊ എവിടെ എത്തിച്ചത്? വല്യൂഞ്ഞ് എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവണം. കല്യാണി, നീ എന്റെ കാമുകിയല്ല, ഞാൻ താലി കെട്ടിയ പെണ്ണ, എന്റെ പെണ്ണ. വാ, നമുക്ക് പോവാം. ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. ശരി, ചെല്ല. മാഡം, എന്താ മേഡം ഇങ്ങോട്ട്? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇപ്പോ പഴയ കല്യാണിയൊന്നും അല്ല ആളെ കൊണ്ട് വിളിപ്പിക്കാൻ. എന്താ, നീ പഴയ കല്യാണി തന്നെയാണോ? ഞാൻ ഇന്നും ആ പഴയ കല്യാണി തന്നെയായിരിക്കും മാഡം. എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ അതെനിക്ക് ബോധ്യപ്പെടണം. ഞാൻ എന്തെങ്കിലും അവിവേകം കാട്ടിയതായിട്ട് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം. നിനക്ക് സ്വന്തമായി കിട്ടിയ ഒരു ദിവ്യവസ്തു തൃച്ചംബരത്തിരിക്കുന്നു. അങ്ങനെയുള്ള വസ്തുക്കൾ തൃച്ചംബരത്തിരിക്കുന്നത് ശരിയല്ല. അതൊന്ന് തന്നിട്ട് പോവാനാ വന്നത്. ദാ വച്ചോളൂ. കുളത്തിൽ നിന്ന് ഈ ശിവലിംഗം കിട്ടിയത് നിന്റെ കയ്യില. അതുകൊണ്ട് ഇത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഈ ശിവലിംഗം ആരുടെ കയ്യിൽ കിട്ടുന്നുവോ അവര് തന്നെ ഇത് പൂജിക്കണമെന്ന് ഗുരുജി പറഞ്ഞിരുന്നു. ഇതിവിടെ വെച്ച് പൂജിക്കണം. മറ്റുള്ളവരെ സ്വന്തമാക്കിയ ഒരു സാധനവും എനിക്ക് വേണമെന്ന് ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യ സ്വത്തുക്കൾ ആരും തട്ടിയെടുക്കുന്നത് ശരിയല്ല. ദാ വാങ്ങിക്ക്. കളിയാക്കണ്ട, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതും, നീ നോക്കിക്കോ. കല്യാണി, വല്യൂഞ്ഞ് SSLC. വല്യൂഞ്ഞും കളിയാക്കല്ലേ? കളിയാക്കിയതല്ല കല്യാണി, നിനക്കിപ്പോ 10ാം ക്ലാസ് ജയിക്കണം, അത്രയല്ലേ ഉള്ളൂ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചില്ല. എന്തോ ഇപ്പൊ പഠിക്കാത്തോണ്ട് വല്ലാത്തൊരു സങ്കടം. പഠിക്കുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല കല്യാണി. പഠിക്കണമെന്ന് തോന്നിയാൽ ഏത് സമയത്തും പഠിക്കാം. അതെങ്ങനെയാ പറ്റുക? ചേച്ചി, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഇടയിലും പഠിക്കാം. തപാൽ മുഖേന. അതാ വല്യൂഞ്ഞ് പറഞ്ഞത്, അല്ലേ വല്യൂഞ്ഞ്? നീ പറഞ്ഞതാ കറക്റ്റ്.
എക്സാമിന് പോകാൻ പറ്റാത്തോണ്ടല്ലേ നീ പഠിത്തം നിർത്തിയത്? അല്ല, ഞാൻ പണ്ടെങ്ങോ പറഞ്ഞ കാര്യം വല്യുഞ്ഞ് ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ? എന്തൊരു ഓർമ്മശക്തി ഇത്! ഇതുകൊണ്ട് വല്യുഞ്ഞിന് ഇത്രയും പഠിക്കാൻ പറ്റിയത്. അത് പഠിക്കണമെന്ന ആഗ്രഹവും സാഹചര്യവും ഉണ്ടായിരുന്നു, അതാ പഠിച്ചത്. നിന്നിൽ മറ്റുള്ളവർ കാണുന്ന ഒരേ ഒരു കുറവ് വിദ്യാഭ്യാസം കുറഞ്ഞു എന്നുള്ളതാ. നീ പഠിച്ചൊരു ഡിഗ്രി വാങ്ങിയ പിന്നെ ആ കാര്യത്തിലും ആരും ഒരു കുറവ് പറയില്ല. അതുകൊണ്ട് നീ പഠിക്കണം കല്യാണി. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭയമാ. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. നീ എന്താ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതിയിട്ടില്ലേ? ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട്, പക്ഷേ അത് വല്യുഞ്ഞ് സഹായിച്ചിട്ടല്ലേ. ഇപ്പോഴും ഞാൻ സഹായിക്കാമല്ലോ. നിന്നെ ഞാൻ 10ാം ക്ലാസ് ജയിപ്പിക്കും. നിനക്ക് എക്സാം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഏർപ്പാടാക്കും. നിന്നെ ഞാനൊരു ഡിഗ്രിക്കാരിയാക്കി മാറ്റും. ധൈര്യമായിട്ടിരിക്കുക. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. പൂജയോ? ഗുഡ് മോർണിംഗ് പൂജ, കയറി വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആന്റി, എന്തുണ്ട് വിശേഷം? നമുക്ക് എന്ത് വിശേഷം? ചേച്ചിയുടെ നിഴല് പറ്റി ഇങ്ങനെ അങ്ങ് നടക്കുന്നു. ഇരിക്കും പൂജ. താങ്ക് യു മാഡം. അസോസിയേഷൻ മീറ്റിംഗിന് അവസാനമായിട്ട് ഞാൻ പൂജയെ കണ്ടത്. പിന്നെ ദേ ഇപ്പഴാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെ മാഡം. ഓ, അല്ല, അയ്യർ സാറിന് സുഖം തന്നെയല്ലേ? സുഖം. മാഡത്തിന് ഒരു ഫോൺ പോലും ചെയ്യാതെ പെട്ടെന്ന് കയറി വന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ഓ, കല്യാണം ഫിക്സ് ചെയ്തു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. കല്യാണമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല മാഡം. ഞാനിപ്പോ വന്നത് മാഡത്തിനുള്ളൊരു സന്തോഷ വാർത്തയായിട്ടാ. എനിക്കുള്ള സന്തോഷ വാർത്തയോ? അതെന്താ, പറയൂ. മാഡം, എല്ലാ വർഷവും നമ്മുടെ ഫെഡറേഷൻ വോട്ടിംഗിലൂടെ ഏതെങ്കിലും ഒരു കാറ്റഗറി ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാറില്ലേ? കഴിഞ്ഞ വർഷം ബെസ്റ്റ് സിസ്റ്റർ ആയിരുന്നുവല്ലോ. നമ്മുടെ രാധിക ശ്രീകുമാറിനല്ലേ കിട്ടിയത്? ഇത്തവണ ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഇത്തവണ നമ്മുടെ ഫെഡറേഷൻ ബെസ്റ്റ് വൺ മോം ആൻഡ് സൺ ആണ്. ഏറ്റവും നല്ല അമ്മയും മകനുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മേഡത്തിനെയും മേഡത്തിന്റെ മകൻ മിസ്റ്റർ ആനന്ദ് കൃഷ്ണനെയാണ്. അമ്മയും മോനും. ഹായ്, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, സഞ്ജു. സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സഞ്ജു, കാര്യങ്ങളൊക്കെ സുബർ പറഞ്ഞിട്ടുണ്ടല്ലോ? പറഞ്ഞിട്ടുണ്ട് സർ. പകരം നിങ്ങൾ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? സോറി സർ, നോ ഡിമാൻഡ്. പ്രതിഫലം മോഹിച്ചല്ല, പകരം പ്രിയങ്ക മേഡം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്താപം എന്ന് മാത്രം. ഓക്കെ, അപ്പോ ഇന്നു മുതൽ പ്രിയങ്കയുടെ ഓരോ ചലനങ്ങളും എന്നെ അറിയിക്കണം. ഒരു കാരണവശാലും പ്രിയങ്ക അത് മനസ്സിലാക്കാൻ ഇടവരരുത്. വെറുതെ വേണ്ട, അർഹിക്കുന്ന പ്രതിഫലം ഞാൻ തന്നിരിക്കും. നാളെ രാവിലെ സഞ്ജു പ്രിയങ്കയുടെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് കാണും. ഓക്കെ? ഓക്കെ, അപ്പൊ ശരി. എന്നാ ശരി, ഞാനിപ്പോ സഞ്ജുവിനെ കൊണ്ടുപോകുന്നു. നമുക്ക് രാവിലെ. അല്ല ചേച്ചി, മിണ്ടരുത്. കാലം, നേരം, നക്ഷത്രം, ശുഭമുഹൂർത്തം, ഇതെല്ലാം കല്യാണത്തിന് മുഖ്യ ഘടകങ്ങളല്ലേ ഗുരുജി? അതെ, അതൊക്കെ എനിക്കറിയാം. അത് ഞാൻ മറക്കില്ല. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ആനന്ദിന്റെ കല്യാണമാണ് എനിക്ക് പ്രധാനം. ഒന്നെനിക്കറിയാം, എന്റെ മകന്റെ പിറന്നാളിനേക്കാൾ നല്ലൊരു നാൾ അവന്റെ കല്യാണത്തിന് കിട്ടില്ല. അതുകൊണ്ടാ അതേ ദിവസം ഞാൻ അവന്റെ കല്യാണം നടത്താൻ നിശ്ചയിച്ചത്. ഇനിയിപ്പോ ദൈവം നേരിട്ട് വന്നെന്നോട് കൽപ്പിച്ചാലും ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം മാറില്ല. വിവാഹം വളരെ ഭംഗിയായി നടക്കണം. അതിന് പൂജയോ ഹോമമോ വഴിപാടോ എന്ത് ചെയ്യണമെന്ന് ഗുരുജി പറയണം. ഞാനതിന് തയ്യാറാ. പക്ഷേ
പക്ഷെ കല്യാണ തീയതി മാറ്റണമെന്ന് ഗുരുജി പറയരുത്. ഇക്കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ തയ്യാറല്ല ഗുരുജി. അവിവേകമാണെങ്കിൽ ഗുരുജി എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പരിഭവവും ഉണ്ടാകും. അലകടലും ആകാശവും അനന്തകോടി നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ഈ അത്ഭുത വിസ്മയ പ്രപഞ്ചത്തിന്റെ ശില്പി സാക്ഷാൽ ദൈവം അഖിലെയും ഈ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ഞാൻ ഇറങ്ങുന്നു. ശരി ഗുരുജി. ഗുരുജി, പിൻവിളി ശുഭകരമല്ല, അതൊഴിവാക്കാം അഖില. ജോർജരെ, ജാതകം നന്നായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഈ തൊഴിലിൽ 30 വർഷത്തെ അനുഭവജ്ഞാനമുള്ള ആളാ ഞാൻ. ജാതകം നോക്കിയാൽ ഇതിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എനിക്ക് കൃത്യമായി തന്നെ മനസ്സിലാവും സാർ. 3 കാലങ്ങളെക്കുറിച്ചും സത്യമായിട്ട് തന്നെ ഞാൻ പറയുകയും ചെയ്യും. ആരോടെങ്കിലും പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി ഗണിച്ചു പറയുന്നതാണോ? അരവിന്ദ്, എന്താ നീ പറയുന്നേ? എന്റെ അമ്മേ, ഇയാൾ ആരോടോ പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വിളിച്ചു പറയുന്ന അമ്മ ഈ അസത്യങ്ങള്. ഇല്ല മാഡം, ഞാൻ അസത്യം ഒന്നും പറയില്ല, സത്യം മാത്രമേ പറയൂ. അമ്മേ, ഇയാള് പച്ച കള്ള വിളിച്ചു പറയുന്നേ. നിർത്താടോ. അമ്മേ, അമ്മ ഒന്ന് നോക്കമ്മേ. ശരിയാണല്ലോ അഖില, 2 ജാതകങ്ങൾ ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. അമ്മേ, 2 ജാതകങ്ങളും ചേർത്ത് വെച്ച് നോക്കിയാൽ അറിയാം, ആ 2 ജാതകങ്ങളും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. പിന്നെ എങ്ങനെ ഗംഗയുടെ ജാതകം നോക്കിയപ്പോ ശുദ്ധവും കല്യാണിയുടെ ജാതകം നോക്കിയപ്പോ അത് പാപമായിട്ട് പോകുന്നേ? അതെ ആന്റി, ഈ ജാതകങ്ങൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ജാതക ഫലം എങ്ങനെ മാറും? ഈ ജോത്സരി പറയുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട്. അയ്യോ, ഗംഗയുടെ ജാതകവും കല്യാണിയുടെ ജാതകവും ഒരുപോലെ എങ്ങനെയാ വന്നത്? എന്റെ അമ്മേ, ഈ ജാതക പ്രശ്നം നേരത്തെ തന്നെ അമ്മോട് പറഞ്ഞിട്ടുള്ളതാ. ഈ ജാതകങ്ങൾ രണ്ടും ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ 2 ജാതകങ്ങൾ ഏതോ ഒന്ന് കള്ള ജാതകോ. അത് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അരവിന്ദ്, ഇയാളെ വെറുതെ വിടരുത്. ഇയാൾക്ക് ആരാണ് പണം കൊടുത്ത് ഇങ്ങനെ പറയിപ്പിച്ചെന്ന് അറിയണോ എനിക്ക്? സത്യം പറയടോ, തനിക്കാരെ പണം ഇങ്ങനെ ജയിപ്പിച്ച്? എടോ, സത്യം പറഞ്ഞല്ലേ തന്നെയും വീട്ടിലേ തന്നെ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോ താൻ ഇങ്ങനെ ചെയ്തേ? പറയടോ, ആരോടോ എനിക്ക് പണം തന്നെ? പറയടോ, തന്റെ കണ്ണ് കണ്ടറിയാം. അരവിന്ദേ, കവടി ആരോടോ എനിക്ക് പണം തന്നെ? അരവിന്ദ്, നമസ്കാരം. ഇരുന്നാട്ടെ. ഇവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണേട്ടൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? അതെ, എല്ലാം പറഞ്ഞു. ഇതാണ് ആ 2 ജാതകങ്ങൾ. ഇത് കല്യാണിയുടെ ജാതകം, ഇത് ഗംഗയുടെ ജാതകം. അല്ല, ഇത് ഞാൻ നോക്കിയിട്ടുള്ള ജാതകങ്ങളാണിത്. അതെ ഗുരുജി, പക്ഷേ അത് ഓരോന്നായിട്ടല്ലേ നോക്കിയത്. ഇപ്പൊ ഈ 2 ജാതകങ്ങളും കൂടി ഒത്തു നോക്കിയിട്ട് എന്താണെന്ന് കൂടി പറയണം. അല്ല, ഞാൻ നോക്കിയിട്ട് ഈ 2 ജാതകങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ യഥാർത്ഥ ജാതകം ആരുടേതാണെന്ന് കൂടി പറയാമോ? തീർച്ചയായും പറയാം.
പറയൂ ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ ആരുടേതാണ് ശരിക്കുള്ളത്? അതെനിക്കറിയണം. പറയാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് നന്നായി ആലോചിച്ചിട്ട് എനിക്ക് മറുപടി തരണം. പറയാം ഗുരുജി. അവൻ വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനും കരുതി ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഗുരുജി നോക്കിയിട്ടും ഒരു കള്ളത്തരം കണ്ടുപിടിക്കാനായില്ല. കൈരേഖകൾ വരെ നോക്കി, അതും ഒരുപോലെയാണെന്നാ ഗുരുജി പറഞ്ഞത്. എന്താ വല്യുഞ്ഞി മിണ്ടാതെ നിൽക്കുന്നത്? അതല്ല കല്യാണി, ഈ ലോകത്ത് അനേകം കോടി മനുഷ്യരുണ്ട്. ഓരോരുത്തരുടെയും കൈരേഖകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം അവള് കാണിച്ച കള്ളത്തരങ്ങളാ. ജാതകത്തിൽ ചെയ്ത ചതി കൈരേഖയിലും കാണിച്ചിട്ടുണ്ട്. ജാതകം കള്ളമാണെന്ന് കണ്ടുപിടിക്കാൻ സാറും അനിയങ്ങുഞ്ഞും നന്ദന മാഡം കൂടി ചെയ്ത പ്ലാൻ ഇങ്ങനെ തകരുമെന്ന് അവരാരും കരുതിയിട്ടുണ്ടാവില്ല. എന്താ വല്യുഞ്ഞ ആലോചിക്കുന്നേ? ഞാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല കല്യാണി. ഒരേ ഒരു കാര്യം മാത്രം. വരുന്ന പിറന്നാൾ ദിവസം അമ്മയോട് പറഞ്ഞ് നിന്നെ സ്വന്തമാക്കണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് ഗംഗയാണെന്ന് അമ്മയുടെ ധാരണ മാറണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് കല്യാണിയാണെന്ന് അമ്മ തന്നെ പറയണം. അമ്മ അത് പറയും. അതെന്റെ പ്രതീക്ഷയല്ല, ഉറച്ച വിശ്വാസമാ. വല്യുഞ്ഞിന് ഉറപ്പാണോ അത്? ഉറപ്പാണ്. കാരണം നിന്നെ വിട്ടുകൊടുത്തിട്ട് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ഒരു ജീവിതമില്ല. ഈ പ്രോജക്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കാര്യം നമ്മൾ ആ പ്രോജക്ട് LSA കമ്പനിക്ക് അപ്രൂവൽ ചെയ്തു കഴിഞ്ഞു. ശരി, പുതിയ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്താൽ മതി. എക്സ്ക്യൂസ് മീ. അങ്കിളെ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. വാ അങ്കിൾ. അങ്കിൾ ഇപ്പൊ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇരിക്കും. എന്തുണ്ട് വിശേഷം? നല്ലത് തന്നെ. ആ, നല്ലത് തന്നെ. അങ്കിളിന് എങ്ങനെ? ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഓ, ഷുഗർ, പ്രഷർ, ഈ 2 കക്ഷികളും കൂടെയുണ്ട്. അവരുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കല്യാണി ആനന്ദിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ച കല്യാണത്തിന് അവള് തയ്യാറാകുമായിരുന്നു. നീ എന്താ അഖില അത് ചിന്തിക്കാത്തത്? നീ ഒരു സാധാരണ സ്ത്രീയല്ല, ചിന്തിക്കേ. എന്റെ അഖില, ഇങ്ങനെ കല്യാണിയെ ഉപദ്രവിക്കരുത്. കല്യാണി ആനന്ദിനെ പ്രണയിക്കുന്നില്ല എന്നെന്റെ മനസ്സ് പറയുമ്പോഴും ബുദ്ധി മറിച്ചാണ് വിളിച്ചു പോകുന്നത്. ബുദ്ധി പറയുന്നതാണോ മനസ്സ് പറയുന്നതാണോ സത്യം? മാഡം. യെസ്. മാഡം പറഞ്ഞ കറക്ഷൻസ് ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. പരിശോധിച്ച് സൈൻ ചെയ്ത് തന്നാൽ ഞാനിത് ഫോർവേഡ് ചെയ്തോളാം. ഹലോ അങ്കിൾ. ശരി അങ്കിൾ. സഞ്ജു, നിങ്ങൾ അല്പനേരം പുറത്ത് നിൽക്ക്. ഞാൻ വിളിക്കാം.
എന്തേതാ? ഞാൻ വീഡിയോ എടുത്തുപോയി മാഡം, എന്നെ രക്ഷിക്കണം. എന്റെ കൂടെ നിന്ന് എന്നെ ഒറ്റ കൊടുക്കുന്നല്ലേ? അടിക്കവനെ. ഇങ്ങോട്ട് പോണം. നിർത്ത. ഇവനെ കൊണ്ടുപോയി നമ്മുടെ ഗോഡൌണിൽ അടയ്ക്ക. ഞാൻ പറയാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നടക്കടാ, പിടിച്ച് കയറ്റണം ഇങ്ങോട്ട്, കേരളം ഇങ്ങോട്ട്. വണ്ടി എടുക്ക. നീ പ്രിയങ്ക മാഡത്തിന്റെ കൂടെ നിന്ന് മാഡത്തിനെ ചതിക്കുമല്ലടാ. അടിക്കടാ. അതിന് തലല്ലേ, അതിന് തലല്ലേ. നിന്നെയൊക്കെ തല്ലയല്ല വേണ്ടത്, കൊല്ലയാ വേണ്ടത്. ചോറ് ഇവിടെ, ഊറ് അവിടെ അല്ലടാ. എണീക്കടാ, എണീക്ക്. നേരെ നിന്നടാ. നിന്നെ ഞങ്ങള് താലോലിക്കാൻ കൊണ്ടുവന്നാടാ. കെട്ടി വേടാ അവനെ, കസേരയോട്ട് കെട്ടി ഇരുത്തണം അവനെ. കെട്ട്. എന്നൊന്നും ചെയ്യല്ലേ. അവൻ മേഡത്തിന് ഒറ്റ നടക്കുന്നു. എന്നൊന്നും ചെയ്യല്ലേ. കൊടുക്കണം അവന്. ഇടിക്കണം അവനെ. നിർത്തണ. നീ കാരണടാ. എന്താണ് അവിടെ? ആരാണോ നീ? വാടാ ഇവിടെ നിൽക്കടാ. നിൽക്കണവിടെ. പിടിക്കവരെ. എന്താ പ്രിയങ്കേ, ഭയമുണ്ടോ നിനക്ക്? കളി രണ്ടാം പകുതിയിൽ കൈവിട്ടു പോകുമെന്നൊരു ഭയം ശരിയല്ലേ? ക്ഷത്രിയ രക്തത്തിൽ പരാജയഭയം പാടില്ലല്ലോ. പിന്നെ കളി ആരംഭിക്കും മുന്നേ വെറുതെ ഒരു ടോസ്, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഇറങ്ങുന്നെങ്കിൽ. ആയിക്കോട്ടെ. പിന്നെ എതിരാളികൾ എത്ര പ്രബലരാണെങ്കിലും ബുദ്ധി കൊണ്ട് മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ. അത് മറക്കാതിരിക്കുക. അവരവിടെ ആലോചിക്കുമ്പോൾ നമ്മളിവിടെ പ്രവർത്തിച്ചിരിക്കണം. ശരി അങ്കിൾ. അമ്മയുടെ ആഗ്രഹം നീ നടത്തിത്തരില്ല? അമ്മ ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് ഞാൻ നടത്തിത്തരും.
എന്താ അഖില ആലോചിക്കുന്നത്? ആനന്ദ് പറഞ്ഞത് ഓർത്താണെങ്കിൽ അവൻ നിന്നെ ധിഖരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു മനസ്സിലായിട്ടാ കൃഷ്ണേട്ട സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി എന്താ? അമ്മ ചോദിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ടാകുമെന്നും ന്യായമുള്ള കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമെന്നും അവൻ പറഞ്ഞത് ഞാൻ കേട്ടു നിൽക്കുകയായിരുന്നല്ലോ. ആനന്ദ് പറഞ്ഞതിന്റെ ദ്വയാർത്ഥം എന്താ കൃഷ്ണേട്ടന് മനസ്സിലായില്ലേ? അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണോ? എന്താ അഖില ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്തിനും നിന്റെ മുന്നിൽ അഭിനയിക്കണം? അപ്പോ അതിനു പിന്നിലുള്ള ദ്വയാർത്ഥം കൃഷ്ണേട്ടന് മനസ്സിലായില്ലെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് നീ നടത്തിത്തരുവോന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോ അത് നടത്തിത്തരുമെന്നല്ല അവൻ പറഞ്ഞത്. അതിനെ ചുറ്റിവളച്ചൊരു മറുപടി. ന്യായമായതാണെങ്കിൽ അവൻ നടത്തിത്തരുമെന്ന്. അപ്പോൾ ആനന്ദിനെ നീ സംശയിക്കുന്നു എന്നർത്ഥം. ആനന്ദിന് മാത്രമല്ല, അവന്റെ പല കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്ത് കൂടെ നടക്കുന്ന കൃഷ്ണേട്ടനെ വരെ എനിക്ക് സംശയം. ദൈവമേ, ശ്വാസമില്ല, മരിച്ചു പോയി കാണോ? എന്റെയും ആരും കണ്ടിട്ടില്ല. ഭാഗ്യം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം പോവാം. ഗംഗയ്ക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. എത്ര പ്രധാനപ്പെട്ട പൂജ ഇത്. കൃത്യസമയത്ത് തന്നെ വരണമെന്ന് അവക്കറിയില്ലേ? ഞാനൊന്ന് ഫോൺ ചെയ്താലോ? വേണ്ട, കാറോടിക്കല്ലേ. നീ ഫോൺ നമ്പർ തരുന്നോ ഇല്ലയോ? എന്താ ഒരു മടി? 9745091020. ഫോൺ ബെല്ലടിക്കുന്നു, എടുക്ക്. ഹലോ, നിന്റെ അച്ഛന്റെ പേരെന്താ? അത് അച്ഛന്റെ പേര് പറയാനും ആലോചിക്കണം. നീ ആള് കൊള്ളാലോ. അനിൽ മേനോൻ. അനിൽ മേനോൻ. ഹലോ, മിസ്റ്റർ അനിൽ മേനോൻ എവിടെയാണ്? ഞാൻ ചന്തയിൽ പച്ചക്കറി വാങ്ങി വീട്ടിലോട്ട് പോവാ. ഏത് ചന്തയിൽ നിന്നാ പച്ചക്കറി മേടിച്ചേ? കന്യാകുളങ്ങര ചന്തയിൽ നിന്ന്. നല്ല ഫ്രഷ് പച്ചക്കറി അവിടെ കിട്ടും. നിന്റെ അച്ഛനങ്ങ് ഔട്ട് ഓഫ് സ്റ്റേഷനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ അപ്പുറത്ത് കന്യാകുളങ്ങര ചന്തയിൽ നിപ്പുണ്ട ആള്. ഏതോ ഒരുത്തം ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നു. ഹലോ, നിങ്ങൾ ലൈനിലുണ്ടോ? ആരാ സംസാരിക്കുന്നത്? മിസ്റ്റർ അനിൽ മേനോൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? SI ആണേ. അയ്യോ, ഒരു എൻക്വയറിക്ക് വേണ്ടിയാ. സ്റ്റേഷൻ വരെ വരണമായിരുന്നു. എൻക്വയറിയോ? എന്ത് എൻക്വയറി? എല്ലാം വിശദീകരിച്ച് പറഞ്ഞാലേ സാറ് വരോളൂ. അങ്ങനെയാണെങ്കിൽ സാറിനെ കൊണ്ടുവരാൻ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് അയക്കാം. ജീപ്പ് അയക്കാം. അയ്യോ വേണ്ട സാർ, ഞാൻ വരാം. ഞാനങ്ങ് വരാം. നിങ്ങൾ മാത്രം പോരാ, കൂടെ ഭാര്യ ഉണ്ടായിരിക്കണം. ഇവളെന്തിനാ സാർ? അത് ഞാൻ വിശദീകരിക്കണം. വേണ്ട സാർ. അവരും വേണം. കൊണ്ടുവരാം സാർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം. എപ്പോഴാ സാർ വരേണ്ടത്? മുഹൂർത്തം അറിഞ്ഞാലേ സാറ് വരൂ. വേണ്ട സാർ, ഞങ്ങൾ ഉടനെ വരാം.
വേഗം വേണം. പോലീസ് എന്തിനാ നമ്മളെ എൻക്വയറിക്ക് വിളിക്കുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? ചെന്നില്ലെങ്കിലേ പോലീസുകാർ ഇങ്ങോട്ടെത്തും. അയ്യോ വേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓട്ടോ. വിലാസിനി, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി പരത്താതെ എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയും. അയ്യോ ചേച്ചി, ബിസിനസ് കാര്യത്തിനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയ ഗംഗ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ആവാ. ഇതിനാണോ ഇവിടെ കിടന്ന് നീ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? എന്താ ചേച്ചി ഈ പറയുന്നത്? ഇതൊരു ചെറിയ കാര്യമല്ല. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ പുറത്ത് വിട്ടതേ തെറ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചി കല്യാണ പെണ്ണിനെ പുറത്തു വിടരുതെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അതാ എനിക്ക് എന്ത് വേണമെന്ന് ആലോചിച്ച് ആകെ ഒരു പരിഭ്രാന്തിയാ. അവളുടെ മൊബൈൽ ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി കാണും. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കാണും. അതിന് നീ എന്തിനാ ഒരു കാര്യമില്ലാതെ ഇത്രയും ബഹളം കാട്ടിക്കൂട്ടുന്നത്? ഇല്ല ചേച്ചി, അവൾ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറില്ല. ഇനി ചാർജ് തീർന്നു പോയതാണെന്ന് കരുതാനും കഴിയില്ല. ഫുൾ ചാർജുള്ള പവർ ബാങ്ക് അവളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അയ്യോ, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അയ്യോ, എന്റെ നെഞ്ചു കിടന്ന് പടപടാന്ന് മിടിക്കുക. വിലാസിനെ, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അയ്യോ, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഗംഗയ്ക്ക് എന്തോ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക. എന്റെ മനസ്സിൽ വെറുതെ അങ്ങനെ ഒരു സംശയം തോന്നാറില്ല. എന്ത് തോന്നല? തോന്നലല്ല ചേച്ചി, അത് സത്യമാണ്. എന്ത് സത്യം? അത് ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണത്തിന് എതിരുള്ളവരാരെങ്കിലും ഗംഗയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നാ എന്റെ ഒരു സംശയം. വിലാസിനെ, നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നീ വായി തോന്നുന്നു വിളിച്ചു പറയരുത് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല ചേച്ചി. തീർച്ചയായും ഗംഗയെ ആരും തട്ടിക്കൊണ്ടു പോയത് തന്നെ, ഒരു സംശയമില്ല. ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ നിനക്കാരെങ്കിലും സംശയമുണ്ടോ? അതല്ലേ അതിന്റെ അർത്ഥം. വിലാസിനി, ചേച്ചി ഇപ്പൊ മനസ്സിലായോ? ഇതാണ് എന്റെ മകൻ, തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ. എന്തായി മാഡം? പൂജയ്ക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനുജത്തി ഇതുവരെ വന്നില്ലല്ലോ. അനുജത്തി വരുമ്പോ വരട്ടെ മാഡം. മാഡം വന്ന് പൂജയ്ക്കിരിക്കേ. ഇരുന്നോളൂ.
ഇതറിഞ്ഞിട്ടും ആനന്ദ് അഖിലോടൊന്നും പറഞ്ഞില്ലെന്നാണോ നീ പറയുന്നത്? അതെ പ്രിയങ്കേ, സത്യം ഞാൻ പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടും അഖിലയോടൊന്നും പറയാതിരിക്കുന്നതും അറിയാത്ത ഭാവം നടിക്കുന്നതും ആനന്ദിന്റെ മാസ്റ്റർ പ്ലാനാ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ നാളെ കല്യാണ പെണ്ണായി മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കും. കല്യാണത്തിന് ഞാനും വരും. എനിക്കെന്റെ കൂടപ്പിറപ്പിന്റെ കല്യാണം കാണണം. പ്രിയങ്കേ, ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ വേണം നീ വരാൻ. ഹലോ ഹലോ